ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. 8ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ബെനിഫിഷ്യറി സപ്പോർട്ട് നൽകുന്നതിന് ഡയറക്ടറേറ്റിൽ നിന്ന് 3 സപ്പോർട്ടിംഗ് എഞ്ചിനീയർമാരെ 1 വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നുണ്ട്. പ്രതിമാസം 22,290 രൂപ ഓണറേറിയത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനം. ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc IT അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി പരമാവധി 35 വയസ്സാണ്. താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബയോഡേറ്റയും സഹിതം അപേക്ഷ നൽകണം. അപേക്ഷയുടെ കവറിന് മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ സപ്പോർട്ട് എഞ്ചിനീയർ എന്ന് രേഖപ്പെടുത്തണം. അപേക്ഷകൾ ജോയിന്റ് ഡയറക്ടർ, വിദ്യാഭ്യാസം, പട്ടികജാതി വികസന വകുപ്പ്, ഡയറക്ടറേറ്റ്, നന്ദാവനം വികാസ് ഭവൻ PO, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ ഡിസംബർ 18 വൈകിട്ട് 5 മണിക്കകം ലഭിക്കേണ്ടതാണ്. ഇന്റർവ്യൂ തീയതി ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര പെരുങ്കടവില സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട്. ഡിഗ്രിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഡിപ്ലോമയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഇംഗ്ലീഷും മലയാളവും പാസ്സായിരിക്കണം. സമാന മേഖലയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 6 മാസത്തേക്കാണ് നിയമനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 13 രാവിലെ 11 മണിക്ക് പെരുങ്കടവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ പുത്തൻവേലിക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് കം കാസ്പ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഡിസംബർ 17 വൈകിട്ട് 4 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. യോഗ്യത +2 കമ്പ്യൂട്ടർ പരിജ്ഞാനവും മലയാളം ടൈപ്പ് റൈറ്റിംഗിലുള്ള മുൻപരിചയവുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജലകൃഷി വികസന ഏജൻസി അഡാക് എറണാകുളം സെൻട്രൽ റീജിയന് കീഴിലുള്ള ഇടക്കൊച്ചി ഫാമിലേക്ക് ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ, മറ്റ് ഇലക്ട്രിക് ജോലികൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ളവ ചെയ്യുന്നതിന് സ്കിൽഡ് ലേബർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. SSLCയും ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഡിസംബർ 18 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അഭിമുഖത്തിനായി നിങ്ങളുടെ ബയോഡേറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം അഡക് സെൻട്രൽ റീജിയൻ തേവരയിലുള്ള ഓഫീസിൽ ഹാജരാവണം. അടുത്തത് പട്ടികജാതി വികസന വകുപ്പിലെ പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 40 വയസ്സ് കവിയാത്ത വനിതകളായിരിക്കണം. കുറഞ്ഞ യോഗ്യത ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള MA B.Ed സെറ്റാണ്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടിക്കൽ PO, ആലപ്പുഴ, പിൻ നമ്പർ 688003 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി വരുന്നത് ഡിസംബർ 17 വൈകിട്ട് 4 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ മണ്ണാർക്കാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ കെയർടേക്കർ ഒഴിവ് വന്നിട്ടുണ്ട്. വിമുക്ത ഭടന്മാർ അല്ലെങ്കിൽ ആശ്രിതർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഡിസംബർ 15 വൈകിട്ട് 5 മണിക്ക് മുമ്പ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി വിശദ വിവരങ്ങൾ സഹിതം അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. 8ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ളവർ ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അസൽ രേഖകളുമായി നേരിട്ട് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാമ്പാടുംപാറ പഞ്ചായത്ത് പരിധിയിലെ കല്ലാർ 3rd ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട്. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി മുഖേന ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. പ്രതിദിനം 600 രൂപ നിരക്കിൽ പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും.
ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഇൻ്റർവ്യൂ നടക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, വിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കോപ്പിയുമായി അന്നേ ദിവസം രാവിലെ 9:30 ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അപേക്ഷകർ പാമ്പാടുംപാറ പഞ്ചായത്തിലും അതിർത്തി പങ്കിടുന്ന സമീപ പഞ്ചായത്തുകളിലും സ്ഥിര താമസമുള്ളവരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.